എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നേ. പോടാ ഓപ്പേ. അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം കാശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങളില്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കും ഇവിടെ. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. ദേ പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേച്ചി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലേ? നിനക്കുള്ള ചീരക്കറി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേല്. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ കയ്യിലാന്ന്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. പറയാതെ തീരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടേ? പ്രിൻസി വിളിച്ചായിരുന്നു? ഇതോ അച്ഛേ അപ്പം അധികം കഴിക്കണ്ട കേട്ടോ. ജോസേട്ടാ വെള്ളത്തിങ് എടുത്തേ. അളിയൻ പിന്നെയും ആ കറി തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അനിയച്ചിന്റെ സ്പെഷ്യലാ, നാടനാ. കുഞ്ഞിലെ പപ്പടം ഇട്ടോടും. എന്റെ പൊന്നളിയെ എന്തിനാ ധൃതി പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരെ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചോളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ? അവരൊക്കെ കിടന്നായിരുന്നോ? TV കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ, കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റല്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചു വരട്ടെ. അയ്യോ ബാടാ, കിടക്കാം. നല്ല അടിയാ. യെസ്.
എന്റെ പൊന്നി ചാച്ചാ ക്രിക്കറ്റ് കളി വെക്കുക ചാച്ചാ. മതി മതി വെക്കട തുടങ്ങിയ ശ്ശേ. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ചാ. ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന റെൻസിരിക്കും ഇച്ഛാനിരിക്കെ അത് റെൻസിരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന് ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ട് വരേ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലെ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വില ഉണ്ടാവില്ല. ഫ്രണ്ട്സേ, ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ. ഫ്രണ്ട്സേ, 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 ഫ്രണ്ട്സേ.
റിൻസി 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 അമ്മച്ചി അമ്മച്ചി എന്നാ അച്ഛാ ഉറങ്ങിയില്ലേ? അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോളെ 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 എന്താ പറ്റി? കർത്താവെ ചതിച്ചോ മക്കളെ? എന്നാ പറ്റി മോളെ? എന്നാ പറ്റി അമ്മച്ചി? നിനക്ക് അറിയത്തില്ലല്ലേടാ, അറിയത്തില്ലല്ലേ? നിനക്കറിയത്തില്ലല്ലേ? അറിയത്തില്ലല്ലേ? എന്നതാ? മോളെ ടീനെ ടീനെ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ? എടാ നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നെ ഉള്ളതിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാനും പലിശയ്ക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുക, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങുവാണെങ്കിൽ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. എടാ നിന്ന് ദേ ഇതൊന്നും പണയം വെക്ക്. അയ്യോ ഇത് കല്യാണോത്തരല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറച്ച് അത്യാവശ്യമുണ്ട്. നീ അത് കിട്ടണാശം മൊത്തം എടുത്തു, എന്നിട്ട് വന്നൊരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പോൾ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ? കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണമോതിരം പണയം വെച്ചിട്ട് കള്ളുപിടിക്കുന്ന കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. റോസമ്മ എന്നാ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ.